അപ്പോൾ 21ാമത്തെ ചോദ്യത്തിൽ നമുക്ക് 20ഉം 25ഉമാണ് വേണ്ടത്. അല്ല 20അല്ല, മീൻസ് 25 35. അപ്പോൾ ഇൻ്റർപോളേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ ഉണ്ടാക്കണം. എന്നിട്ട് ഫസ്റ്റ് ഏണിങ്സ് അത് എക്സ് ആണ്, നമ്പർ ഓഫ് വർക്കേഴ്സ് അത് വൈ, അഡ്വാൻസ് ഡിഫറൻസസ്. അപ്പോൾ ഡെൽറ്റ 1 ഡെൽറ്റ 2 എത്ര കൊണ്ട് പോകും? 1 2 3 4 5 6 അപ്പോൾ 6 5 ഡെൽറ്റ 3 ഡെൽറ്റ 4 ഡെൽറ്റ 5. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 10 20 30 40 40 50 60. നമ്പർ ഓഫ് വർക്കേഴ്സ് 50 150 300 500 700 800. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് x0 x1 x2 x3 x4 x5 y0 y1 y2 y3 y4 y5. ഇനി അടുത്തത് ഡെൽറ്റ 1 കൊടുക്കുക. എന്താ ചെയ്യേണ്ടത്? ഈ 150 നിന്ന് 50 കുറക്കണം. 150 നിന്ന് 50 കുറക്കുമ്പോൾ 100 കിട്ടും. 100 അത് ഡെൽറ്റ 10. ഇനി 300 നിന്ന് 150 കിട്ടി. ഡെൽറ്റ 11. ഇനി 700 നിന്ന് 500 കുറക്കുമ്പോൾ 200 കിട്ടി. ഡെൽറ്റ 12. 800 നിന്ന് 200 കുറക്കുമ്പോൾ 100 കിട്ടി. ഡെൽറ്റ 13. സോറി, 700 നിന്ന് 500 കൊടുക്കുമ്പോൾ 200, പിന്നെ 800 നിന്ന് 100. അപ്പോൾ ഡെൽറ്റ 14 കിട്ടി. ഇനി അടുത്ത ഡെൽറ്റ 2 നിന്നാണ് 150 100 കൊടുക്കുക. അപ്പോൾ 50. ഡെൽറ്റ 20. 200 150 കുറക്കുമ്പോൾ 50. ഡെൽറ്റ 21. 200 200 കൊടുക്കുമ്പോൾ 0. ഡെൽറ്റ 22. 100 200 കൊടുക്കുമ്പോൾ -100. ഡെൽറ്റ 23. അടുത്തത് 50 നിന്ന് 50 കുറക്കുമ്പോൾ 0. ഡെൽറ്റ 3 ആണ്. 0 നിന്ന് 50 കുറക്കുമ്പോൾ -50. ഡെൽറ്റ 32. പിന്നെ -100 -0 എന്ന് പറയുമ്പോൾ -100 തന്നെ. ഡെൽറ്റ 3 0 1 2. അടുത്തത് 2. പിന്നെ വരുന്നത് -50. അപ്പോൾ -50 ഡെൽറ്റ 40 -0
മൈനസ് 50, അപ്പോൾ -50 ഡെൽറ്റ 41 -50 +50 എന്ന് പറയുമ്പോഴേക്കും 0 ഡെൽറ്റ 5 0. ഓക്കെ, അങ്ങനെ വരും. ഇനി ന്യൂട്ടൺസ് മെത്തേഡ് yx = y0 + x into ഡെൽറ്റ 10 പ്ലസ് x into x minus 1 ഡെൽറ്റ 20 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് x into x minus 1 x minus 2 ഡെൽറ്റ 30 by 3 ഫാക്ടോറിയൽ പ്ലസ് x into x minus 1 x minus 2 x minus 3 ഡെൽറ്റ 4 ഫാക്ടോറിയൽ ഇനി പ്ലസ് x into x minus 1 x minus 2 x minus 3 x minus 4 delta 50 divided by 5 factorial. ഓക്കെ, എക്സ് കണ്ടുപിടിക്കാനായിട്ട് യൂണിറ്റ് ഓഫ് ഇന്റർപോളേഷൻ മൈനസ് യൂണിറ്റ് ഓഫ് origin divided by distance between adjoining values of x എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? 25. ഏറ്റവും ആദ്യത്തെ ഇത് എത്രയാണ്? 10. 10ൻ്റെ ബൈ 2 തമ്മിലുള്ള വ്യത്യാസം, ഈ 10ന് 20-നോടൊക്കെയുള്ള ഗ്യാപ്പ് 10. അങ്ങനെ നോക്കുമ്പോഴേക്കും 25 മൈനസ് 10 എന്ന് പറയുമ്പോൾ 15/10 എന്ന് പറയും. അത് 1.5 ആണ്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ